Hello everyone, welcome to another video of weekly updates from Insight Research Analytics. മെയ് മാസം അവസാനിച്ച് ജൂൺ മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഗ്ലോബൽ തലത്തിൽ നോക്കുകയാണെങ്കിൽ മെയ് മാസം പ്രധാന വിപണികളും പോസിറ്റീവ് രീതിയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്ക, യൂറോപ്പ്, ഏഷ്യൻ മാർക്കറ്റ്സ് എല്ലാം കൂടി മന്ത് ഓൺ മന്ത് ബെറ്റർ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എന്നാൽ വീക്ക് ഓൺ വീക്ക് ഡെയിലി അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടേത് ഒരു കൺസോളിഡേഷൻ മോഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ മാർക്കറ്റ്സിൽ ടെക്നോളജി സ്റ്റോക്കുകൾ എല്ലാം തന്നെ വീണ്ടും ലീഡ് ചെയ്യുന്നതുമുണ്ട്. അടുത്ത ദിവസങ്ങളിലും ഈ ഒരു ട്രെൻഡ് തുടരാനാണ് സാധ്യതയുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ അമേരിക്കൻ പേഴ്സണൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ PCE ഇൻഡെക്സ്, അതായത് ഇൻഫ്ലേഷൻ സെൻസിറ്റീവ് ഡേറ്റ, ഏപ്രിലിൽ 2.1% കുറഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരി 2021 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലുള്ളതാണിത്. ഫെഡറൽ റിസർവിന്റെ അടുത്ത മീറ്റിംഗിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നതെന്ന പ്രതീക്ഷകൾ ശക്തമാകുന്നു. അത്തരമൊരു തീരുമാനം ഉണ്ടാകുകയാണെങ്കിൽ അത് അമേരിക്കൻ ജനതകൾക്കും കോർപ്പറേറ്റുകൾക്കും വലിയൊരു എക്കണോമിക് സപ്പോർട്ടായി മാറുമെന്ന് പ്രതീക്ഷയുമുണ്ട്. കമ്മോഡിറ്റി സൈറ്റിൽ നോക്കുമ്പോൾ ഗോൾഡ് ഈ വീക്ക് $3,290 പെർ ഔൺസ് സ്ലൈറ്റ്ലി വീക്കർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏപ്രിലിലെ വലിയ ഫ്ലക്ച്വേഷൻസിന് പിന്നാലെ ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്കാണ് ഗോൾഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള സാധ്യതയും മറ്റ് സെൻട്രൽ ബാങ്ക് ജിയോ പൊളിറ്റിക്കൽ ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ഗോൾഡിന് വളരെ നല്ല രീതിയിൽ സപ്പോർട്ടീവാണ്. ഇവയെല്ലാം കൂടി നോക്കുകയാണെങ്കിൽ ഗോൾഡിന്റെ ലോങ് ടേം ഔട്ട്ലുക്ക് പോസിറ്റീവാണ്. ഈ ഒരു വർഷം ഗോൾഡ് $4,000 പെർ ഔൺസ് വരെ എത്താൻ സാധ്യതയുണ്ട്. എന്നാൽ അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്കാണ് ഗോൾഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ക്രൂഡ് ഓയിൽ വിലയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഡൗൺ ട്രേഡ് ആണ് നടക്കുന്നത്. ജൂലൈ മുതൽ പ്രതിദിനം ഉൽപാദനം കൂട്ടിയിരിക്കുകയാണ്. ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ വിലയിൽ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുമുണ്ട്. ഇന്ത്യക്ക് ഇത് വലിയൊരു പോസിറ്റീവ് ന്യൂസ് കൂടിയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് ക്രൂഡ് ഓയിൽ ആണ്. വില കുറയുമ്പോൾ പെയിന്റ്, ടയർ, പ്ലാസ്റ്റിക് സെക്ടറിൽ ഒക്കെ തന്നെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യൻ രൂപ ഈ ആഴ്ച US ഡോളറിനെതിരെ അല്പം വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, 85.57. അതേസമയം ഗ്ലോബൽ മാർക്കറ്റുകൾ, കമ്മോഡിറ്റികൾ, സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാം തന്നെ ഒരു പോസിറ്റീവ് മോഡിലാണ് നീങ്ങുന്നത്. ഇതിനിടെയാണ് ട്രംപ് സ്റ്റീൽ, അലുമിനിയം ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയത്. ഗ്ലോബലി ഇതൊരു നെഗറ്റീവ് സെന്റിമെന്റ് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്റ്റീൽ സെക്ടർ അതിൽ എഫക്ട് ചെയ്യാൻ സാധ്യത കുറവാണ്. 2019 മുതൽ 24 വരെ ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളർന്ന സെക്ടറാണ് സ്റ്റീൽ. കൂടിയ കൺസപ്ഷനും കൂടിയ പ്രൊഡക്ഷനുമുള്ള നമ്മുടെ ഈ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഇത്തരത്തിൽ ഉറപ്പുള്ള ഒരു പിന്തുണ നൽകും. അതിനാൽ ഈ ട്രംപ് അനൗൺസ്മെന്റുകൾ ഇന്ത്യൻ സ്റ്റീൽ അല്ലെങ്കിൽ അലുമിനിയം സെക്ടറുകളിൽ വലിയൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇന്ത്യയുടെ Q4 GDP ഡാറ്റ പുറത്തുവന്നു. 7.4% ഗ്രോത്ത് ആണ് രേഖപ്പെടുത്തിയത്. ഇത് പ്രതീക്ഷ പോലെ തന്നെ, എന്നാൽ മാർക്കറ്റിൽ ചെറിയൊരു പോസിറ്റീവ് സെന്റിമെന്റ് നൽകുന്ന ന്യൂസ് കൂടിയാണ്. ഓവറോൾ ഗ്രോത്ത് 6.5% ആയി. കുംഭമേള പോലുള്ള ടെമ്പററി ഫാക്ടറുകളുടെ സ്വാധീനവും ഇതിലുണ്ട്. ഇതിനോടൊപ്പം തന്നെ Q4 റിസൾട്ടുകൾ സ്റ്റോക്ക് ലെവലിൽ വലിയ ഇമ്പാക്ട് ചെയ്യുന്നതാണ്. നല്ല റിസൾട്ട് കാഴ്ചവെച്ച കമ്പനികൾ വീണ്ടും മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. സെക്ടർ സ്പെസിഫിക് ന്യൂസുകളും സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസുകളും മാർക്കറ്റിൽ ഇപ്പോൾ ഏറെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഒറ്റനോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ നിലപാട് ഇപ്പോൾ ഒരു പോസിറ്റീവ് രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ച ഒരു പ്രധാന ഇവന്റ് ജൂൺ 6 RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ്. ഇൻവെസ്റ്റ്മെന്റ് റേറ്റ് കുറയ്ക്കുന്ന തീരുമാനം വരുമെന്നുള്ള ഒരു പ്രതീക്ഷ മാർക്കറ്റിൽ നിറഞ്ഞിരിക്കുകയാണ്. ഇത് നടക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റുകളിലും ബാങ്കിംഗ് സെക്ടറിലും വലിയൊരു പോസിറ്റീവ് ബൂസ്റ്റ് തന്നെയായിരിക്കും. ഇതിനോടൊപ്പം തന്നെ ഗ്ലോബൽ ടെക്നോളജി ന്യൂസിൽ ശ്രദ്ധേയമാണ് ചൈനയുടെ റോബോട്ടിക് രംഗത്തെ കുതിച്ചുചാട്ടം. റിപ്പോർട്ടുകൾ പ്രകാരം ചൈനയിൽ ഇപ്പോൾ ഫാക്ടറികളിൽ ഉപയോഗിക്കുന്ന റോബോട്ടുകളുടെ ശതമാനം ഏകദേശം 50-ൽ കൂടുതലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയൽ റോബോട്ടുകൾ നിർമ്മിക്കുന്ന രാജ്യം ചൈന തന്നെയാണ്. റോബോട്ടിക്സ് മേഖലയിലെ ഈ വലിയൊരു ഇൻവെസ്റ്റ്മെന്റുകൾ ടെക്നോളജി, AI, ഓട്ടോമേഷൻ മേഖലകളിൽ വലിയൊരു മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. 2027 മുതൽ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ വിപണിയിൽ വിൽപ്പനയ്ക്ക് വരും. വില ഏകദേശം $25 മുതൽ തുടങ്ങുന്നതാണ്. കണക്കുകൾ പ്രകാരം ഒരു ജോലിക്കാരനെ മാറ്റുകയാണെങ്കിൽ 36 ആഴ്ചകൾക്കുള്ളിൽ തന്നെ കമ്പനിക്ക് ഈ ഒരു കോസ്റ്റ് റിക്കവർ ചെയ്യാൻ സാധിക്കും. ഹോളിഡേ ഇല്ല, 24 മണിക്കൂർ വർക്ക്. ഇത് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വലിയ ലാഭമാണ്. പക്ഷേ യുവജനങ്ങൾക്ക് ഇതൊരു വെല്ലുവിളിയും. ഇലോൺ മാസ്ക് പോലും ഇപ്പോൾ പറയുന്നത് ചൈന റോബോട്ടിക്സ് അമേരിക്കനെ പിന്തള്ളിയിരിക്കുന്നു എന്നാണ്. ഇതിനിടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് യുവതലമുറ കൂടിയാണ്. സ്കിൽസ് ഇല്ലെങ്കിൽ അവരുടെ ജോലി റോബോട്ടുകൾ കൈവരിക്കും. അതുകൊണ്ട് തന്നെ സ്കിൽസ് ആർജിക്കുക എന്നത് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെയാണ് ഈ വീക്കിലെ മേജർ ന്യൂസ് ഫ്ലോസ് വരുന്നത്. നാളെ ഒരു പോസിറ്റീവ് ബയസോട് കൂടെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരുപക്ഷെ ട്രംപിന്റെ അനൗൺസ്മെന്റുകൾ മൈനർ റിയാക്ഷൻ മെറ്റൽ സ്റ്റോക്കുകളിലൊക്കെ ഉണ്ടാക്കിയേക്കാം. എന്നാൽ ഓവറോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ജൂൺ എൻഡോട് കൂടി നമ്മുടെ മാർക്കറ്റ് വീണ്ടും നല്ലൊരു രീതിയിൽ മുന്നേറും എന്നുള്ളൊരു എക്സ്പെക്ടേഷനും നമുക്കുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു നല്ലൊരു ഹാപ്പി ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.